നമസ്കാരം. ഫെബ്രുവരി 28 ഇസ്രയേലും അമേരിക്കയും ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ മുതൽ മലയാളികളടക്കം ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ആശങ്കയിലാണ്. പാശ്ചാത്യ ലോകത്തെ പോലും ഇത് പിടിച്ചുകുലുക്കി. അവരുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ നിലച്ചുപോയി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിടമാണ് നിശ്ചലമായത്. മാസങ്ങൾ ഏറെ പിന്നിട്ടു. ഇതുവരെ അതിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടായിട്ടില്ല. UAEക്ക് നഷ്ടപ്പെട്ട പ്രതാപം ഇതുവരെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനും അമേരിക്കയും തമ്മിൽ പരസ്പര ധാരണയിലെത്തുകയും യുദ്ധാന്തരീക്ഷം ഇല്ലാതാവുകയും ചെയ്തപ്പോൾ വിപണി ഉണർന്നു. എണ്ണവില ബാരലിന് $110 നിന്നും 70 താണു. പക്ഷെ അത് താൽക്കാലികം മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു വെടിനിർത്തൽ കരാർ അസാധുവായെന്ന്. ഈ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തന്നെ വിദഗ്ധർ പറഞ്ഞിരുന്നു ഇത് നിലനിൽക്കാൻ പോകുന്നില്ലെന്ന്. കാരണം അമേരിക്കയുടെ ദീർഘവീക്ഷണത്തിലെ വീഴ്ചയുടെ ഭാഗമായിരുന്നു യുദ്ധം. മറ്റേത് ഗൾഫ് രാജ്യത്തെയും പോലെ ചെറുതായി ഇറാനെയും കണ്ടു. ഇറാന്റെ ഭരണാധികാരികളെ വധിച്ചാൽ ഇറാൻ തീരുമെന്നും ഇറാൻ പിടിച്ചെടുത്ത് എണ്ണയുടെ നിയന്ത്രണം കൈക്കലാക്കാമെന്നും അമേരിക്ക തീരുമാനിച്ചു. പാതിരാത്രിയിൽ വെനസ്വേലിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇറക്കി പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ച് ആ രാജ്യത്തെ എണ്ണ കൈക്കലാക്കിയതുപോലെ അത്ര അനായാസമല്ല എങ്കിൽ പോലും ഇറാന്റെ സുപ്രീം ലീഡർ അടക്കം സൈനിക തലവനടക്കമുള്ളവരെ വധിച്ചാൽ ഭരണകൂടം വീഴുമെന്നും നിയന്ത്രണം എളുപ്പമാകുമെന്നും കരുതി. അങ്ങനെയാണ് ഇസ്രായേലിനോട് ചേർന്ന് ഇറാനിലെ പരമോന്നത പദവികളിലിരിക്കുന്ന 48 പേരെ ഒരു രാത്രി കൊണ്ട് വധിച്ചത്. പക്ഷേ വേണ്ടത്ര തയ്യാറെടുപ്പോടെയായിരുന്നു ഇറാൻ മുമ്പോട്ട് പോയത്. അങ്ങനെ ഇറാന്റെ അതിശക്തമായ ആക്രമണം പാശ്ചാത്യ ശക്തികളെ പിന്തുണയ്ക്കുന്ന അയൽ രാജ്യങ്ങൾക്ക് മേലുണ്ടായി. ഇറാൻ എടുത്തത് 2 സ്ട്രാറ്റജി ആയിരുന്നു. ഒന്ന്, അയൽ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുക. കുവൈറ്റും ബഹ്റൈനും ഖത്തറും സൗദി അറേബ്യയും ഒമാനും UAEയും ഒക്കെ അമേരിക്കയുടെ സൈനിക താവളം ഒരുക്കിയിരിക്കുന്ന രാജ്യങ്ങളാണ്. ഈ താവളങ്ങൾക്കുമേൽ ആക്രമണം അഴിച്ചുവിടുക. 2, ലോകത്തിൻ്റെ 25% വരുന്ന എണ്ണ ചരക്ക് നീക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക. ഈ 2 തന്ത്രത്തിലും അമേരിക്ക വീണുപോയി എന്ന് പറയാം. അങ്ങനെയാണ് നിവൃത്തികെട്ട് ട്രംപ് ഇറാനുമായി ധാരണയിലെത്തിയത്. ആ ധാരണ നിലവിൽ വന്നപ്പോൾ തന്നെ അത് നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. കാരണം ഇറാന്റെ മേൽ ദീർഘകാലമായി തുടരുന്ന സാമ്പത്തിക ഉപരോധം പിൻവലിക്കുക, ഇറാന്റെ അണുവായുധ ശേഖരം തുടരാൻ അനുവദിക്കുക, ആക്രമിക്കപ്പെട്ട ഇറാന് നഷ്ടപരിഹാരം കൊടുക്കുക, ലെബനൻ അടക്കമുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ഒരിക്കലും പാശ്ചാത്യ ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത, എന്തിനേറെ അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കാനുള്ള വെടിനിർത്തലായിരുന്നില്ല, നേരെ മറിച്ച് തൽക്കാലത്തേക്കുള്ള കണ്ണിൽ പൊടിയിടലായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് ഇറാൻ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ജൂലൈ 7 ഖത്തറിന്റെ ഒരു പ്രകൃതിവാതക കപ്പലടക്കം ഇറാൻ ആക്രമിക്കുന്നു. അമേരിക്ക വീണ്ടും തിരിച്ചടിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി ഇറാൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇറാൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നു. ദുരൂഹമായ എന്തോ രഹസ്യധാരണയുടെ പുറത്ത് UAE മാത്രം ഇക്കുറി വിട്ടുകളഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഖത്തറും ഒമാനുമൊക്കെ ഇറാനോട് സഹകരിക്കുന്ന രാജ്യങ്ങളാണ്. ഇറാനുമായി ആത്മബന്ധമുള്ള രാജ്യമാണ് ഒമാൻ എന്ന് പറയാം. ഒമാനിലും ഖത്തറിലും പോലും ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഇറാന്റെ ശത്രു രാജ്യമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സൗദി അറേബ്യയും UAEയും ഉപേക്ഷിക്കുന്നു എന്നത് വിചിത്രമായ സംഗതിയാണ്. ഇന്ന് വെളുപ്പിന് ആക്രമിക്കപ്പെട്ടത് കുവൈറ്റും ബഹ്റൈനും ഒമാനും ഖത്തറുമൊക്കെയാണ്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കുമ്പോഴുണ്ടായ സമാനമായ സാഹചര്യത്തിലേക്ക് വീണ്ടും പശ്ചിമേഷ്യ മാറുകയാണ്. മലയാളികൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. നേരത്തെ യുദ്ധത്തിൻ്റെ സൈറണൊക്കെ കേൾക്കും, വെടിയൊച്ചകൾ കേൾക്കാം, സ്ഫോടനങ്ങൾ കേൾക്കാം, വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. മലയാളികൾ UAEയിലുള്ളവരാണെങ്കിലും ബഹ്റൈനിലുള്ളവരാണെങ്കിലും അതൊക്കെ കണ്ട് ശീലിച്ചു. നാട്ടിൽ പറയുന്നത് പോലെ ഒന്നുമില്ല. ഇറാൻ്റെ ഇത്തരം മിസൈലുകളെ, ഡ്രോണുകളെ അതാത് രാജ്യങ്ങൾ തകർക്കുന്നത് ആകാശത്തേക്ക് നോക്കി കണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇത് അവധിക്കാലമായത് അവരുടെ പ്രതീക്ഷകളെ കുഴയ്ക്കുന്നു. ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് അവധിക്കാലമാണ്. അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും ഇത് അവധിക്കാലമാണ്. ഈ കാലത്തെ വിമാന ടിക്കറ്റ് നിരക്ക് കൂടുതലായതുകൊണ്ട് പതിവ് നിരക്കിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയിലധികം കൊടുത്ത് നേരത്തെ തന്നെ ആളുകൾ ബുക്ക് ചെയ്തിരിക്കുന്നു. ബ്രിട്ടനിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ നാട്ടിലെത്തണമെങ്കിൽ കുറഞ്ഞത് 1.5 ലക്ഷം രൂപ വേണം ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റ് എടുക്കാൻ. അതും നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഇപ്പോൾ പോയി എടുക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിൽ അധികമാകും. അങ്ങനെ 2 കുട്ടികളുള്ള ഒരു കുടുംബം യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 6 ലക്ഷം രൂപ വേണം ഇക്കണോമിക് ക്ലാസ്സിൽ.
അമേരിക്കയിൽ നിന്നാണെങ്കിൽ അത് 8 മുതൽ 10 ലക്ഷം വരെയാവും. ഗൾഫിൽ നിന്നാണെങ്കിൽ 4 ലക്ഷം. ഇത്രയും പണം മുടക്കി നേരത്തെ തന്നെ എടുത്തിരുന്ന ടിക്കറ്റുകളൊക്കെ റദ്ദായിക്കൊണ്ടിരിക്കുന്നു. മഹാഭാഗ്യമായിരിക്കുന്നത് UAE ആക്രമിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. കാരണം ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നത് UAEയുടെ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദുമാണ്. ഈ 2 വിമാനങ്ങളും ഇതുവരെ മുടങ്ങിയിട്ടില്ല. എന്നാൽ മുടങ്ങിയേക്കും എന്ന ആശങ്ക എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നു. ഈ വരുന്ന ശനിയാഴ്ച ബ്രിട്ടനിലെ ഗ്രിംസ്ബി എന്ന് പറയുന്ന വടക്കൻ ടൗണിൽ വെച്ച് നടക്കുന്ന ബ്രിട്ടീഷ് മലയാള അവാർഡ് നൈറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നിരീക്ഷകനെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നലെയാണ് UK യിലെത്തിയത്. ഇന്നലെ വെളുപ്പിന് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് നേരെ ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലെത്തുന്നു. മനാമയിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ അവിടെ സൈറൺ മുഴങ്ങുകയാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 തവണ അദ്ദേഹം മനാമ എയർപോർട്ടിൽ വെച്ച് സൈറൺ കേട്ടതനുസരിച്ച് അവിടെയുള്ള എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ പോയ കൂടെ അദ്ദേഹവും പോയെന്ന്. 2 തവണ, ഒരു തവണ കഴിഞ്ഞു, തിരിച്ചു പോയപ്പോഴേക്കും അടുത്ത സൈറൺ മുഴങ്ങി. അങ്ങനെ യുദ്ധാന്തരീക്ഷം ഏതു തരത്തിൽ ഭീതി പടർത്തുന്നു എന്നതിൻ്റെ തെളിവായി മാറി അഡ്വക്കേറ്റ് ജയശങ്കർ വഴിമധ്യേ അനുഭവിച്ച ഈ സമ്മർദ്ദം. ഇത്തരത്തിൽ ഗൾഫിലെ എയർപോർട്ടുകളിലൂടെ കടന്നു പോകുന്നവർ പോലും ആശങ്കയിലാണ്. ദോഹയിലും അബുദാബിയിലും ദുബായിലും ഒക്കെ എത്തുന്നവരും ഈ സംഘർഷത്തെ മറികടക്കേണ്ട സാഹചര്യമാണ്. ഇവരുടെയൊക്കെ യാത്ര മുടങ്ങുമോ എന്ന ഭയം ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ പരസ്പരം ആക്രമിക്കുകയായിരുന്നു. തലേദിവസം അമേരിക്കൻ സൈനിക വക്താവ് പറഞ്ഞത് ഇറാന്റെ 150ഓളം ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ്. ഇറാൻ പറയുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ അയൽ രാജ്യങ്ങളിലെയും ആക്രമിച്ചെന്ന്. ഈ അയൽ രാജ്യങ്ങളൊക്കെ പറയുന്നു തങ്ങൾക്ക് മേൽ വന്ന മിസൈലുകളും ഡ്രോണുകളും അവർ നിരായുധരാക്കിയെന്ന്. പക്ഷെ അപ്പോഴും ബാക്കിയാവുന്നു, ഏതു നിമിഷവും സംഘർഷം ശക്തമാവാം. ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എണ്ണവില 110 നിന്നും 70ലേക്ക് താണിരുന്നു. പതിയെ അത് ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഹരി വിപണി ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട്. വിലക്കയറ്റം ഇന്ത്യ അടക്കമുള്ളിടത്ത് വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും അവധി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലേക്ക് പടി ചവിട്ടിക്കഴിഞ്ഞു. എന്ന് തീരും ഈ സംഘർഷം എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. പുതിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എഴുതിയതുകൂടി കേൾക്കുക. കഴിഞ്ഞ 2-3 ദിവസങ്ങളെ ഗൾഫ് മേഖല, പ്രത്യേകിച്ച് ബഹ്റൈനും കുവൈറ്റും കനത്ത ആശങ്കയിലാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ മടങ്ങിയെത്തിയിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന അനുരഞ്ജന ചർച്ചകളും താൽക്കാലിക സമാധാന കരാറുകളും പൂർണ്ണമായും പരാജയപ്പെടുകയും ഇനിയൊരു ചർച്ച പോലും നടത്താനാവാത്ത വിധം ഇരു വിഭാഗങ്ങളും അകലുകയും ചെയ്തതോടെ വെടിയൊച്ചകൾ മടങ്ങിയെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അമേരിക്ക ഇറാനെ കനത്ത രീതിയിൽ ആക്രമിച്ചു. പകരം ഇറാൻ ബഹ്റൈനെയും കുവൈറ്റിനെയും തിരിച്ചടിച്ചു. ഇതാണ് നിലവിലെ സ്ഥിതി. ഇന്നും വെളുപ്പാൻ കാലത്ത് ഇറാന്റെ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടാണ് ഉണർന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കുമോ എന്ന അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. എങ്കിലും സമാധാനപരമായ ഒരു പരിഹാരത്തിനായുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല. വാസ്തവത്തിൽ നിലവിൽ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ പരിഹാരത്തിന് ഇനിയും സാധ്യതയുണ്ട്. പക്ഷെ അത് നിലവിലെ ട്രംപിന്റെ ബ്രോക്കറായ പാകിസ്ഥാൻ കൂട്ടിയാൽ കൂടില്ല. മറിച്ച് ഇരുപക്ഷവും ഒരുപോലെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമേ അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങളോ ആവണം. അവർക്ക് ഇരുകൂട്ടരെയും താഴെ പറയുന്ന കാര്യങ്ങളിൽ സമ്മതിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു വിനാശം ഒഴിവാക്കാനാകും. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ വിലയിരുത്തുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് പ്രസക്തമാണ്. ഇറാൻ സമ്മതിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ആണവായുധ വികസന ലക്ഷ്യത്തോടെയുള്ള എല്ലാ യുറേനിയൻ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും ഇറാൻ ശാശ്വതമായി നിർത്തിവെക്കണം. ഇസ്രായേലിന്റെ നാശം ലക്ഷ്യമിട്ടുള്ള അവരുടെ മതപ്രത്യയശാസ്ത്രപരമായ നിലപാട് ഉപേക്ഷിക്കണം. ഇതാർക്കും അംഗീകരിക്കാനാവാത്ത ഒരു വലിയ ഭീഷണിയാണ്. അണുവായുധ വ്യാപനം മനുഷ്യരാശിക്ക് തന്നെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഈ ആവശ്യം തികച്ചും ന്യായവും അത്യന്താപേക്ഷിതവുമാണ്. പ്രത്യയശാസ്ത്രപരമായ വിദ്വേഷത്തിൻ്റെയും സംഘർഷങ്ങളുടെയും യുഗം അവസാനിക്കേണ്ടതുണ്ട് എന്ന് ഇറാൻ തിരിച്ചറിയണം. സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കുന്നതിലൂടെ തങ്ങളുടെ വലിയ സാധ്യതകളെ ലോകത്തിലെ ഏറ്റവും സമാധാനപൂർണ്ണവും വികസിതവുമായ രാജ്യങ്ങളൊന്നായി മാറുന്നതിന് വിനിയോഗിക്കാൻ ഇറാനാകും. 2, അന്താരാഷ്ട്ര നാവിക ഗതാഗതത്തിനായി ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും തുറന്നു നൽകണം. അന്താരാഷ്ട്ര സമുദ്രങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാത്രം അധീനതയിലുള്ളതല്ല. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള സ്വതന്ത്രമായ സഞ്ചാരം ആഗോള സമൂഹത്തിനൊപ്പം ഇറാന്റെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഉപകരിക്കും എന്നവർ മനസ്സിലാക്കണം. 3, മേഖലയ്ക്കകത്തും പുറത്തുമുള്ള തീവ്രവാദ സംഘടനകൾക്കും നിഴൽയുദ്ധം നടത്തുന്ന സായുധ ഗ്രൂപ്പുകൾക്കുമുള്ള എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും പിന്തുണയും ഇറാൻ പരിപൂർണമായി അവസാനിപ്പിക്കണം. ഇതിന് പകരമായി അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് അമേരിക്ക, ഇറാന്റെ ന്യായമായ ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ട്. അമേരിക്കയും സഖ്യകക്ഷി ഇസ്രയേലും സമ്മതിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഇറാനെതിരെയുള്ള എല്ലാ സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കണം. കൂടാതെ അവർക്കെതിരെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ ശിക്ഷാപരമായ പ്രമേയങ്ങൾ
പുനഃപരിശോധിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യണം. 2, സമഗ്രമായ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യണം. ഇത് ഇറാന് സ്വതന്ത്രമായി എണ്ണ കയറ്റുമതി ചെയ്യാനും രാജ്യം പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ വരുമാനം കണ്ടെത്താനും സഹായകരമാകും. 3 വർഷങ്ങളായുള്ള ഒറ്റപ്പെടലിന് ശേഷം ഇറാന്റെ പുനർനിർമ്മാണത്തിനും നവീകരണത്തിനുമായി സാമ്പത്തികവും സാങ്കേതികവും വികസനപരവുമായ അർത്ഥവത്തായ പിന്തുണ ലോകരാജ്യങ്ങൾ നൽകണം. എന്നാൽ പരമപ്രധാനമായ ചോദ്യം അവശേഷിക്കുന്നു. ഈ സഖ്യകക്ഷികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് സമാധാനത്തിന് മണിമുഴക്കാൻ ആർക്ക് സാധിക്കും? ഒരുപക്ഷെ അതിനുള്ള ഉത്തരം ഇന്ത്യ എന്നാവും. അമേരിക്ക, ഇസ്രായേൽ എന്നിവർ മുതൽ റഷ്യയും ഇറാനും വരെയുള്ള പ്രധാന കക്ഷികളെല്ലാം ഒരു മേശപ്പുറത്തിരുത്താൻ ആവശ്യമായ സവിശേഷമായ വിശ്വാസ്യതയും നയതന്ത്രമുള്ള നിലവിലെ ഏക ലോക നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ രാജ്യങ്ങളിലെല്ലാം പരക്കെ ആദരിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം. ഇരുപക്ഷവും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനും വലിയ നന്മയ്ക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യാനും തയ്യാറായാൽ അർത്ഥവത്തായ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുവാൻ മോദിക്ക് സാധിക്കും. 2 കൂട്ടരും അങ്ങനെ ആത്മാർത്ഥതയോടെ മുകളിൽ പറഞ്ഞ രീതിയിലെ വ്യവസ്ഥകൾ സ്വീകരിക്കുകയാണെങ്കിൽ മേഖലയിലെ മാത്രമല്ല ലോകത്തെമ്പാടും സമാധാനവും സ്ഥിരതയും പങ്കാളിത്ത സമൃദ്ധിയും വീണ്ടെടുക്കാൻ കഴിയും. ദൗർഭാഗ്യവശാൽ മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത നിലവിൽ തുലോം വിരളമാണ്. അതിന് പ്രധാന തടസ്സം ഇറാൻ തന്നെയാണ്. ഇസ്രായേലിനോടുള്ള അവരുടെ അന്ധമായ വിരോധമാണ് അടിസ്ഥാന കാരണം. അത് മാറ്റിവെക്കാൻ അവർ തയ്യാറായാൽ തന്നെ ഈ പ്രതിസന്ധി അലിഞ്ഞില്ലാതാകും. മറിച്ചാണ് നിലവിൽ അവരുടെ മാനസികാവസ്ഥ. അതിനാൽ തന്നെ യുദ്ധം കനക്കും എന്നതുറപ്പാണ്. ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ കേളുകുട്ട് മാത്രമാണ് നാം ഇപ്പോൾ കേൾക്കുന്ന വെടിയൊച്ചകൾ. അണ്വായുധം ഉണ്ടാക്കി ഇറങ്ങിയിട്ട് ഒടുവിൽ അണ്വായുധ യുദ്ധത്തിൻ്റെ ഇരകളായി തീരാനാകും ഇറാന്റെ വിധി. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ആശങ്കയോടുകൂടി രഞ്ജിത്ത് പറഞ്ഞു വയ്ക്കുന്നത്, ഒരുപക്ഷെ ഇങ്ങനെ ഇറാൻ അമിതമായ ആത്മവിശ്വാസത്തോടെ കളത്തിലിറങ്ങി കളിച്ചാൽ ഇറാനെ തന്നെ ചുട്ടരിക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇറാൻ എങ്ങനെ വളർന്നാലും അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അതുകൊണ്ട് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ, വിട്ടുവീഴ്ചയോടെ ഇറാനെ സമാധാനപൂർണ്ണമായ ലോകത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചില്ലെങ്കിൽ നമ്മുടെ ലോകം കാണാൻ പോകുന്നത് ദുരന്തത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഹിരോഷിമയുടെ ആവർത്തനമാകും.